നമസ്കാരം. ഞാൻ സ്ത്രീ എന്ന ഈ ടെലിവിഷൻ മെഗാ റിയൽ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തീർച്ചയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾ എല്ലാവരും 8 മണിക്ക് ഈ ടി വിക്ക് മുന്നിൽ തന്നെ ഉണ്ടാവും. കാരണം ഈ പരിപാടികൾ കൂടെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പുതിയ പ്രപഞ്ചമാണ്. ഞാൻ അധികം സമയം കളയുന്നില്ല. ഈ പുതിയ എപ്പിസോഡിലെ സെഗ്മെൻറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ആദ്യം പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി KR മീര. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ജഡ്ജ് അഡ്വക്കേറ്റ് AV വാമനകുമാർ, ശ്രീ MG രാധാകൃഷ്ണൻ. ഇനി നമ്മുടെ 3 കണ്ടസ്റ്റൻസ് ആണ്, 3 സ്ത്രീ ശക്തികൾ. എൻ്റെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് അർച്ചന, തിരുവനന്തപുരത്ത് നിന്ന്, ബാംഗ്ലൂർ പഠിക്കുകയാണ്. അടുത്തത് ലീന കുര്യൻ ഫ്രം ബാംഗ്ലൂർ. പിന്നെ എൻ്റെ തന്നെ പേരുള്ള ആളാണ് രേഖ, മലപ്പുറം. നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ സെഗ്മെൻറ്റാണ് സ്വപ്നം ജീവിതം. നമുക്ക് ഓരോരുത്തർക്കും ചെറിയ കുട്ടിക്കാലത്തൊരു സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നം ചിലപ്പോൾ കൊച്ചുകുട്ടിക്കാലത്ത് തന്നെ നിന്നിട്ട് പിന്നെ വേറെ നമ്മളൊരു ലൈഫിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ പഴയ സ്വപ്നങ്ങളൊക്കെ മറന്നുപോയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ സ്വപ്നം ജീവിതം ആരുടെ പ്രൊഫൈലാണെന്ന് വെച്ചാൽ അർച്ചനയുടെ പ്രൊഫൈലാണ്. അർച്ചന, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മനസ്സിലൊരു അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, കാണാം. ഓക്കെ, പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, കണ്ടാൽ പോരെ, എന്തിനാണ് എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ എന്നാണ് ഇപ്പോൾ ചോദിച്ചതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റ് സ്വപ്നം ജീവിതം. കുട്ടിക്കാലത്ത് ഒരു പൈലറ്റ് ആവാനാണ് അർച്ചന ആഗ്രഹിച്ചിരുന്നത്. അർച്ചനയുടെ സ്വഭാവ വിശേഷങ്ങളും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ദൃഢനിശ്ചയവും കണക്കിലെടുത്താൽ അർച്ചന പൈലറ്റ് ആവേണ്ടതായിരുന്നു. ഒരു ന്യായാധിപ ആവുക എന്നതായിരുന്നു അർച്ചനയുടെ കൗമാര സ്വപ്നം. സമൂഹത്തിലെ ഒരുപാട് അനീതികൾക്ക് സുതാര്യമായ നീതിന്യായ വ്യവസ്ഥയിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് ഈ യൗവനകാലത്തും അർച്ചന കരുതുന്നു. ബാംഗ്ലൂരിൽ ഇപ്പോൾ നിയമവിദ്യാർത്ഥിയായ അർച്ചനയുടെ വീട് തിരുവനന്തപുരത്താണ്. ജനിച്ചതും വളർന്നതും ഗോവയിലും മഹാരാഷ്ട്രയിലുമൊക്കെയാണ്. അച്ഛന്റെ ജോലിസ്ഥലങ്ങളാണ് അർച്ചനയെ മറുനാടുകളിലേക്ക് കൊണ്ടുപോയത്. കുട്ടിക്കാലത്ത് അർച്ചനയ്ക്ക് മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ മാത്രമാണ് അർച്ചന കേരളത്തിൽ പഠിച്ചത്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പുള്ളിക്കാരിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ ഹോബീസ്, പുള്ളി പാട്ട് എഴുതും, കവിത എഴുതും, പാടും. അതിലേറെ പുള്ളിയുടെ കുറേ കവിതകൾ ബുക്കിലും വന്നിട്ടുണ്ട്. ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും വിഷമം പിടിച്ച ഭാഷ മലയാളമാണെന്ന് അർച്ചന കരുതി. മലയാളം ഒരിക്കലും തനിക്ക് കൃത്യമായി പഠിച്ചെടുക്കാനാവില്ലെന്നും അർച്ചന വിചാരിച്ചു. അച്ഛന് കവിതകൾ ഇഷ്ടമായിരുന്നു. ONVയുടെ കവിതകൾ
അച്ഛൻ ഈണത്തിൽ ചൊല്ലുമായിരുന്നു. അച്ഛൻ കവിത ചൊല്ലുന്നത് കേട്ടിട്ടായിരിക്കണം അർച്ചനയ്ക്ക് കവിത എഴുതാൻ മോഹം തോന്നിയത്. അർച്ചന ഇപ്പോൾ മലയാളത്തിൽ ധാരാളം കവിതകൾ എഴുതുന്നു. കുട്ടിക്കാലം മുതലേ പഠിത്തത്തിലും കലാവിലും എല്ലാം നല്ല വാസനയുള്ള കുട്ടിയാണ്. ധാരാളം ഡ്രോയിങ്സും കവിതകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ മൂത്ത മരുമോൾ അർച്ചനയാണ്. ഓമന പേര് ശ്രീകുട്ടി എന്നാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ തന്നെയാണ് അവൾ. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതിനു ശേഷം അർച്ചന നിയമം പഠിക്കാനെത്തിയത് സാധാരണക്കാരന് നിയമം എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് രാജ്യവും ജനങ്ങളും വളരണമെന്ന ആഗ്രഹം കൊണ്ടാണ്. നിയമം ജനങ്ങൾക്കു വേണ്ടിയാണെന്ന് അർച്ചന കരുതുന്നതും അതുകൊണ്ടാണ്. ഞാൻ സ്ത്രീ എന്ന ഈ ഷോയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരു ചർച്ചാ വിഷയമായി മാറും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ജഡ്ജിയമ്മേ, എന്തു വിചാരിച്ചു ഇത് കണ്ടിട്ട്? ശരിക്കും എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ശരിക്കും ജീവിച്ച പോലെ ഒരു അനുഭവം. ഒരു നിമിഷം താങ്കൾ ജഡ്ജായിട്ട് വരുന്ന ഷോട്ടിൽ ശരിക്കും പറയച്ചാൽ അത് നല്ലൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരിക്കും. ഇത് എപ്പോഴെങ്കിലും സംഭവിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചില്ലേ ഇപ്പോൾ കണ്ടപ്പോൾ? തീർച്ചയായും. അവിടെ ഇപ്പോൾ ഷോ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം എപ്പം ഞാൻ അവിടെ എത്തിച്ചേരും. ഇതിലെന്തെങ്കിലും അർച്ചനയല്ലാത്ത എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ? കവിത നല്ല കാര്യമായിരുന്നു. മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ കവിത എഴുതാൻ വലിയ കാര്യമാണത്. മലയാളം കംപ്ലീറ്റ് അറിയുന്ന ഞങ്ങൾക്ക് പോലും 2 വാക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് നാട്ടുകാർക്കല്ല. അങ്ങനെ ഇപ്പം കവിത എഴുതുക എന്നുള്ളത് ഞാൻ ചെറുപ്പത്തിൽ മുതലേ ഓരോന്ന് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ വല്ലതൊക്കെ മൂളുമായിരുന്നു. എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പോയിന്റ് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ മിസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ആ ഒരു ഗ്യാപ്പ്, എൻജിനീയറിങ് ചെയ്തതിൻ്റെ ഒരു ഗ്യാപ്പ്, അത് മാത്രം ഞാനൊന്ന് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ കുഞ്ഞിലെ മുതലേ ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് മുതലേ ആരെങ്കിലും എന്തെങ്കിലും മോക്ക് എന്താവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം പറയുന്നത് എനിക്ക് പൈലറ്റ് ആവണം എന്ന് തന്നെയായിരുന്നു. അത് ഒരു ഹൈസ്കൂൾ വരെയും ഞാൻ കൊണ്ടു നടന്ന് വളരെ കാര്യമായിട്ട് കൊണ്ടു നടന്ന് വീട്ടിലെല്ലാവർക്കും പേടിയായിരുന്നു. ഇവളെന്ത് ഭാവിച്ചാണ് നിലത്തും ആകാശം തൊടാണ്ട് പറക്കാൻ ഇവർക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇല്ല ഞാൻ അത് തന്നെ പോകും എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസത്തിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഹൈസ്കൂൾ ലെവലിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബോഡിയിൽ പ്രഷർ വേരിയേഷൻസ് താങ്ങാൻ പറ്റില്ല എന്ന്. ആ പ്രഷർ ഇപ്പം അവിടെ നിൽക്കട്ടെ, വേരിയേഷൻ ചെയ്യും ഈ പ്രഷർക്കാരൻ. ഞാൻ പാനലിസ്റ്റ് വിടുകയാണ് താങ്കളെ. അപ്പോൾ എന്ത് തോന്നി സ്വപ്നം ജീവിതം? അർച്ചനയുടെ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ എനിക്കും അത്തരം സ്വപ്നങ്ങൾ കാണാൻ തോന്നി. കാരണം ആകാശത്തുനിന്ന് പറന്നുയരുക എന്ന് പറയുന്ന സ്വപ്നം വളരെ 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 വ്യത്യസ്തമായൊരു സ്വപ്നം കൂടിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നിയമബിരുദം കഴിഞ്ഞിട്ട് ഇല്ല, ഈ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗതിമാറ്റം? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതിപ്പം ഞാൻ എൻ്റെ ബോഡിയിൽ ആ പ്രഷർ വേരിയേഷൻസ് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പറക്കുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരിയേഷൻ എനിക്കത് താങ്ങില്ല. എൻ്റെ ബോഡിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായ ശേഷം പിന്നീട് ഞാൻ അഭിഭാഷകയും ന്യായാധിപയും ഒക്കെ ആയി തീരുന്ന സമയത്ത് അതുണ്ടാക്കാൻ പോകുന്ന മർദ്ദ വ്യത്യാസങ്ങൾ താങ്ങാൻ മനസ്സിന് പറ്റുമോ? തീർച്ചയായും മനസ്സിന് പറ്റും. പക്ഷെ എൻ്റെ ശരീരത്തിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷെ മനസ്സിന് അങ്ങനെയല്ല. നമ്മൾ ചെയ്യണം എന്നാഗ്രഹിച്ച് ദൃഢമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് മനസ്സിനുണ്ടാവും. ഉറപ്പാണ്. വളരെ രസകരമായി തോന്നി, അല്ലെങ്കിൽ ഒരു വളരെ സന്തോഷകരമായി തോന്നിയൊരു കാര്യം, അർച്ചന കൂടുതലും പഠിച്ചതും വളർന്നതും കേരളത്തിന് പുറത്തായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് നമുക്ക് പുറത്തുള്ളൊരു ലോകം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് കിട്ടുന്ന ചില മാറ്റങ്ങളുണ്ട്. അതെങ്ങനെയാണ് അർച്ചനയ്ക്ക് അനുഭവപ്പെടുന്നത്? പുറത്ത് പഠിച്ചതുകൊണ്ട്, പുറത്ത് വളർന്നതുകൊണ്ട്, മറ്റു തരം മനുഷ്യരെ കണ്ടതുകൊണ്ട് അതിൽ നിന്നൊക്കെ അർച്ചനയ്ക്ക് ഉണ്ടായ വ്യക്തിപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായ നേട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് പലരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരവസരം എനിക്ക് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓരോരുത്തരുടെ വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവെക്കാൻ ഒരു ചാൻസ് ഉണ്ടായി. വീട്ടിൽ കിട്ടാത്ത എന്താശയമാണ് അങ്ങനെ അർച്ചനയ്ക്ക് പുറത്തുനിന്ന് കിട്ടിയത്? ഏതെങ്കിലും ഒന്ന് എടുത്തു പറയാനുണ്ടോ?
വീട്ടിൽ എനിക്ക് അങ്ങനെ വീട്ടിൽ കിട്ടാത്തത് എന്ന് പറയാനൊരു ആശയം എനിക്ക് പുറത്തുനിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. കാരണം എൻ്റെ അമ്മ ഒരു ബൈ പ്രൊഫഷൻ ലോയറാണ്. അപ്പോൾ അമ്മയ്ക്ക് അമ്മ പറയുന്നതാണ് മിക്ക സമയത്തും. അന്നേരം എനിക്ക് തെറ്റാന്ന് തോന്നുന്നെങ്കിൽ പോലും ഞാൻ പിന്നീട് പുറത്ത് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോഴും അമ്മ പറഞ്ഞ കുറേ പോയിന്റ്സ് അവർ ഉൾപ്പെടുത്താറുണ്ട്. ഉദാഹരണം പറയാമോ? എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്ത്രീകളാണ്, പക്ഷേ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, നമ്മളുടേതായ കഴിവുകളുണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്നും അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതിനെ നമ്മൾ അടിച്ചമർത്തി നമ്മൾ ഒന്നും അല്ലാണ്ടായി മാറരുത്. എന്തൊരു സാഹചര്യം വന്നാലും നമ്മൾ സ്വന്തമായിട്ട് കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിൾ കാര്യം അമ്മ പറഞ്ഞു തരുമ്പോൾ എനിക്ക്, പക്ഷെ അന്നൊക്കെ തോന്നുമായിരുന്നു, അച്ഛനുണ്ടെങ്കിലല്ല അമ്മയ്ക്ക് പറ്റുള്ളൂ, അച്ഛനുണ്ടെങ്കിലല്ല അമ്മ പുറത്ത് പോകുന്നുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമ്മൾ എത്ര മുന്നോട്ട് ഏജ് കൂടുന്തോറും എനിക്കത് മനസ്സിലാവുന്നു, ശരിയാണ്, അമ്മ പറഞ്ഞ കാര്യം വളരെയധികം ശരിയാണ്. ഇപ്പോൾ ഒരുപാട് പ്രസംഗങ്ങളും സ്പീച്ചസും ഒക്കെ നമ്മൾ ഓരോ വലിയ വലിയ വ്യക്തികൾ കൊടുക്കുന്ന കേൾക്കുമ്പോൾ, ദൈവമേ, അമ്മ നേരത്തെ ഇതെന്നോട് പറഞ്ഞതാണല്ലോ, അത് ഞാൻ അന്ന് ഉൾക്കൊള്ളേണ്ടതായിരുന്നു. കാരണം നമ്മുടെ അമ്മമാർ ഇതെല്ലാം കണ്ടു വളർന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ആശയം ഉണ്ടാവും, നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം. വാവനൻ സാർ, ഈ അഭിഭാഷകയാവാനുള്ള സ്വപ്നം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ അതോ സ്വന്തം എടുത്താണോ? അല്ല, നിർബന്ധത്തിന് വഴങ്ങിയ ഒരു സ്വപ്നം അല്ല. പൈലറ്റ് ആവണം എന്നുള്ള സ്വപ്നം നിലച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ PUC ഒക്കെ ആയായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ എന്തുവാ ചെയ്യേണ്ടത് അന്നേരം, കാരണം പെട്ടെന്ന് എൻ്റെ ഒരു ഡ്രീം അങ്ങ് കൊളാപ്സ് ആയി പോവായിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ ആരോഗ്യം അത് ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന്. പിന്നെ എൻ്റെ ഒരു കടും വാശിക്ക് ബാക്കിയുള്ളവരുടെ ജീവനോട് എന്തിനാ അപകടത്തിൽപ്പെടുത്തുന്നത്? അത് നമ്മൾ ശരിയല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത എന്താ ലക്ഷ്യം എന്നും പറഞ്ഞ് ഞാനൊന്ന് പതച്ച് നിന്ന സമയത്ത്, അപ്പം ആ സമയം +2 ആയി കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോളൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമായിരിക്കും. എന്തായാലും കിട്ടി, ഞാനത് ചെയ്തു. അന്നേരത്തേക്ക് എനിക്ക് ഒരു സമയത്തൊരു ബ്ലാങ്ക് പീരീഡ് ആയിരുന്നു, എന്തുവാ ചെയ്യേണ്ടത് എന്നൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോഴും LLB ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാ പറയുന്നത്, ഇത്രയും നാൾ ഞാൻ പൈലറ്റ് ആവണമെന്നും പറഞ്ഞ് നടന്നിട്ട് ഓൾ ഓഫ് എ സഡൻ എനിക്ക് തന്നെ അത് പുറത്ത് പറയാനൊരു വിഷമം പോലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, എൻജിനീയറിങ് കഴിയാം. പിന്നീട് അപ്പം എൻജിനീയറിങ് ചെയ്യുമ്പോൾ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇത് ചെയ്യുന്നതോടെ, ഞാൻ വെറുതെ ചെയ്യുക. ഐ ഗോട്ട് യുവർ പോയിന്റ്. അർച്ചനയിൽ നിന്നും ഇന്നത്തെ ഈ യുവസമൂഹത്തിന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. ഒരു ഗോളിന് എപ്പോഴും ആ ഗോളിൻ്റെ സ്മാർട്ട് എന്ന് പറയാറുണ്ട്. അതിൽ സ്മാർട്ട് എന്ന വാക്കിൽ ആ 4ാമത്തെ അക്ഷരം റിയലിസ്റ്റിക് എന്നാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് മാത്രമേ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അർച്ചനയുടെ ബോഡി ഫിസിക്കൽ സിസ്റ്റം വെച്ച് ഒരു പൈലറ്റ് ആവാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ ഗോളിനെ മാറ്റിമറിച്ചത് തീർച്ചയായും പല ചെറുപ്പക്കാരൊന്നും ചെയ്യാത്ത കാര്യമാണ്. അത് ഇറ്റ് ഈസ് സ്പെഷ്യലി നോട്ടബിൾ. മറ്റൊന്ന്, ഒരു അഭിഭാഷകൻ രീതിയിൽ ഞാൻ സംസാരിച്ചോട്ടെ. അഭിഭാഷകനായി പ്രാക്ടീസ് ആയിട്ട് മാത്രമേ ന്യായാധിപയാവാൻ പറ്റൂ. പലപ്പോഴും അവിടെ ഒരുപാട് കോംപ്രമൈസുകൾക്ക് വിധേയമാണ്ടി വരും. ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ് ലോയർ ആൻഡ് എ ഗ്രേറ്റ് ലോയർ? ഒരാൾ പറഞ്ഞു, ഗുഡ് ലോയർ ഈസ് വൺ ഹു നോസ് ദ ലോ, ഗ്രേറ്റ് ലോയർ ഈസ് വൺ ഹു നോസ് ദ ജഡ്ജസ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒരുപക്ഷെ സമകാലീന നീതിന്യായ വ്യവസ്ഥയിൽ ചിലപ്പോഴും ഉണ്ടായി വരാം. അത്തരം പ്രഷേഴ്സിന് താങ്ങാനുള്ളൊരു മനക്കരുത്ത് നേടിയെടുക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അർച്ചന, ഈ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ അനന്ത വിശാലതയിലേക്ക് പറക്കാനുള്ള സ്വപ്നം, അതാണ് സാധാരണ മനുഷ്യർക്ക്. ഈ നേരത്തെ വാമൻകുമാർ പറഞ്ഞ പോലെ ഈ യാഥാർത്ഥ്യബോധത്തിൻ്റെ ഒരു ഉപദ്രവം പിടിച്ച ഒരു ഘട്ടം വരുന്നതിന് മുമ്പ് എങ്കിലും നമ്മളിങ്ങനെ സ്വപ്നം കാണുക എന്നുള്ളത്, താരങ്ങളെ സ്വപ്നം കണ്ടാലേ മിന്നാമിനുങ്ങി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങനെ സ്വപ്നം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നൊന്ന്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സമൂഹം പുരുഷനും സ്ത്രീയെയും ഒക്കെ ചില നിയമങ്ങൾ സമൂഹം തന്നെ കൊണ്ടുവരും, ചില റോളുകൾ, കൃത്യമായ റോളുകൾ, അതിന് സ്റ്റീരിയോ ടൈപ്പുകൾ. സ്ത്രീകൾക്ക് ഇന്നതേ പാടുള്ളൂ, പുരുഷന്മാർക്ക് ഇന്നതേ പാടുള്ളൂ. അതൊരു തരത്തിലുള്ള എന്താ പറയുക, ഈ സോഫ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. വളരെ നമ്മൾ പരസ്യമായിട്ട് കാണുന്നില്ല, പക്ഷേ ഇതാണ് നിയമം, സമൂഹത്തിലെ നിയമം. നമ്മളെല്ലാവരും അതനുസരിച്ച് പൊക്കോളണം. സ്ത്രീകൾക്ക് അധ്യാപികയാവാം, ഡോക്ടറാവാം, നഴ്സാവാം, പുരുഷൻ ഇന്നതൊക്കെ ആവാം.
പുരുഷൻ ആദ്യമേ തോക്കുകൊണ്ട് കളിപ്പാട്ടം, കുട്ടിയാകുമ്പോഴേക്കും പെൺകുട്ടിക്ക് പാവ. ഇതൊക്കെ സമൂഹം ക്രമേണയായിട്ട് കൊണ്ടുവരുന്ന ചില അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. നിയമങ്ങൾക്ക് വിധേയമായി സമൂഹത്തെ പരുവപ്പെടുത്തിയെടുക്കുക, പുരുഷൻ്റെ സ്ത്രീയുടെയും നിശ്ചിതമായിട്ടുള്ള പങ്കിന് പുറത്ത് ആ ക്രോസിങ് ദ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാതെ ആ കവറിൻ്റെ ഉള്ളിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ അങ്ങനെ ഈ സമൂഹത്തിൽ വളരുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം, അപ്പോൾ അവരുടെ സ്വപ്നങ്ങളും അതുപോലെ പരിമിതമാവും, അവരുടെ ആഗ്രഹങ്ങളും. കാരണം സമൂഹം ഇങ്ങനെയാണ്, നിങ്ങൾക്കൊരു ഡോക്ടറാവാം, നഴ്സാവാം. അർച്ചന അവിടെ ക്രോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുക. സാധാരണ പെൺകുട്ടികൾക്ക് അത്ര കാണാറില്ല. ചിലപ്പോൾ ഒരു ആനക്കാരനാൻ ആഗ്രഹിക്കേണ്ടതായിരുന്നു. അതുപോലെ ഇതുപോലെയുള്ള പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുക, അഭിഭാഷക എന്നുള്ളതിനപ്പുറത്ത് ന്യായാധിപയാവാൻ ആഗ്രഹിക്കുക. അത് എനിക്ക് തോന്നുന്നത് അർച്ചനയുടെ പൂർണ്ണമായിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ മാത്രമല്ല, അർച്ചനയുടെ ഒരു വഴിയിലൂടെ കാണുന്ന ഒരു വലിയ വഴി, ഒരു വലിയ ലക്ഷ്യവുമാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഈ സമൂഹത്തിൻ്റെ ചില ഉൾച്ചേർന്ന ചില പരിമിതികൾ ഉല്ലംഘിച്ചു പോകാനുള്ള ഒരു ആത്മശക്തിയും പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം സ്വപ്നം ജീവിതം ഇപ്പോൾ ഒരു വഴിയിലെത്തി നിൽക്കുകയാണ്, സ്വപ്നത്തിലും ജീവിതത്തിലുമായിട്ട്. അപ്പോൾ ഇനി ജഡ്ജസിൻ്റെ മാർക്കിടുന്ന നേരമാണ്. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന മാർക്ക് 7.5